താജുൽ ഉലമ ഖുതുവത്തുൽ മുഹഖഖീൻ ശൈഖുന സദഖത്തുല്ലാഹ് മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു, മൗലാന താഴേക്കോട് കുഞ്ഞലി മുസ്ലിയാർ, മൗലാന കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാർ, മൗലാന നിറമരുതൂർ ബീറാൻകുട്ടി മുസ്ലിയാർ, മൗലാന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ശൈഖുന ശംസുൽ ഉലമ കിയനവർ, മൗലാന കാങ്ങാട്ടൂർ, മൗലാന കരിക്കപ്പാറ മുഹമ്മദ് മുസ്ലിയാർ, മൗലാന ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. ഇതൊക്കെ നമ്മൾ 15-ാം നൂറ്റാണ്ടിൽ നമ്മുടെ മനോമുഖരത്തിൽ ഓടിയെത്തുന്ന വലിയ വിജ്ഞാന നിറകുടങ്ങളാണ് പണ്ഡിതന്മാർ. 14-ാം നൂറ്റാണ്ടിൽ പേരെടുത്ത പല ഉലമാക്കളെയും വായിച്ചും പഠിച്ചും നമുക്ക് ഓർമ്മയുണ്ട്. മർഹൂം പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ശംസുൽ ഉലമ കുത്തുബിയുടെ അഭിവന്ദനായ ഗുരുവര്യർ ചാലിലകത്ത് അഹമ്മദ് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, തറക്കണ്ടിയിലെ ഓർ എന്ന് വടക്കേ മലബാറിൽ അറിയപ്പെടുന്ന മർഹൂം ആയഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, മൗലാന ഷാലിയാത്തി, പൊന്മുണ്ടം കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ തുടങ്ങിയുള്ളവരൊക്കെ 14-ാം നൂറ്റാണ്ടിലെ മഹാരഥന്മാർ. അവരുടെ ഗുരുവര്യന്മാരും നായകന്മാരും വഴികാട്ടികളുമായി അതിനു തൊട്ട് മുൻപ് പൊന്നാനി വെളിയങ്കോട് തട്ടാങ്കര കുറ്റ്യാമ മുസ്ലിയാർ, മഖ്ദൂം പുതിയകത്ത് കുഞ്ഞൻബാവ് മുസ്ലിയാർ, മഖ്ദൂം വലിയബാവ് മുസ്ലിയാർ തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാർ. അവരുടെ പരമ്പര ചെന്നവസാനിക്കുന്ന പൊന്നാനിയിലെ പ്രസിദ്ധരായ മഖ്ദൂം ഒന്നാമൻ, മഖ്ദൂം രണ്ടാമൻ റളിയല്ലാഹു അൻഹുമാ വ അൻഹും, അവരുടെ പരമ്പരയിലൂടെ നാം നീണ്ടുപോയാൽ ശിഹാബുദ്ദീൻ അഹ്മദ് ബിൻ ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു, ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു, ഓരോ തലമുറയിലൂടെയും കടന്നു പോകുമ്പോൾ ഇമാം നവവി, റാഫിഈ റളിയല്ലാഹു അൻഹുമ, ഇമാം അബൂ ഹാമിദ് അൽ ഗസ്സാലി, ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹുമ, ഇമാം അബൂബക്കർ അൽ ബാഖിലാനി, ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുമ തുടങ്ങി എത്രയെത്ര മഹത്തുക്കളായ ഇമാമുകളെയും ഉലമാക്കളെയുമാണ് ലോകമാസകലം വാഴ്ത്തുന്നതും എൽമിന്റെ ബഹറുകളായി സമുദ്രങ്ങളായി എണ്ണുന്നതും. പക്ഷെ ഈ മഹാന്മാരെയെല്ലാം ഒന്നുകിൽ നേരിട്ട് ശിർക്കിൽ ഇടപെട്ടതായോ അല്ലെങ്കിൽ ശിർക്കിനെതിരെ മൗനം പാലിച്ചവരോ ശിർക്കിനെ താലോലിച്ചവരോ പിന്തുണച്ചവരോ ആയോ മുദ്രയടിക്കുന്ന, ആരോപിക്കുന്ന ഒരു സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലൊന്ന് ഓർത്തു നോക്കുന്നു. 921 ശേഷമുണ്ടായ പ്രത്യേക പശ്ചാത്തലത്തിൽ ദൗർഭാഗ്യകരമായ ചുറ്റുപാടിൽ കേരള മുസ്ലിംകൾക്കിടയിൽ സംഭവിച്ചത് ഇതാണ്: നഗ്നമായ ശിർക്കാരോപണം. ഈ ആരോപണത്തിന് വിധേയരാകുന്നത് ഈ ആരോപണത്തിന്റെ ശരങ്ങളിൽ ഏറ്റുവാങ്ങുന്നത്, ഏൽക്കുന്നത്, പറക്കുന്നത് എവിടെയാണെന്ന് പോലും ആരോപകർ ശ്രദ്ധിക്കുന്നില്ല. എവിടെയാകട്ടെ എന്നവർ തുറന്നു പറയുകയും ചെയ്യും. ആരെക്കുറിച്ചാണെങ്കിലും ശരി, ഒന്നുകിൽ അവർ ശിർക്കിന്റെ ആളുകൾ, അല്ലെങ്കിൽ ശിർക്കിനെ പിന്തുണക്കുന്നവർ, നന്ന ചുരുങ്ങിയത് ശിർക്കിനെതിരെ അക്ഷന്തവ്യമായ മൗനമെങ്കിലും പാലിക്കുന്നവർ എന്ന് ഈ പറയപ്പെട്ട മഹാന്മാർക്കെതിരെ ആരോപണം വരാതിരിക്കുന്നില്ല. ഇതിനർത്ഥം ഏതാണ്ട് 16 നൂറ്റാണ്ട് പിന്നിട്ട് 15-ാം നൂറ്റാണ്ടിലെത്തിയ നമുക്ക് ദീനിന്റെ വിവരത്തിന്റെ ബാലപാഠമായ തൗഹീദ് എന്ത്, ശിർക്ക് എന്ത് എന്നുപോലും നാം തീരുമാനിച്ചുറച്ചിട്ടില്ല. അതിൽ പോലും വിവരമില്ലാത്ത, അതുപോലും അറിയാത്തവരാണ് ദീനിന്റെയും തൗഹീദിന്റെയും നായകരായി സമൂഹം ഒന്നടങ്കം വാഴ്ത്തപ്പെടുന്നവർ എന്ന് നാം ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഈ ആരോപണത്തിന്റെ ഗൗരവം മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നത്. 5-6 മാസത്തോളം സഹിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു. ഇതൊന്നും പറയേണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം നമ്മളെ നേതാക്കന്മാരുണ്ടാക്കും എന്ന് വിചാരിച്ചിട്ട് പലരും പറഞ്ഞു നോക്കി ഇത് പരിഹരിക്കണം. ഓൽക്ക് പരിഹരിക്കാന്ന പ്രശ്നമല്ല, ഓൽക്ക് ആധാരം വാങ്ങിയാൽ മതി.
ആധാരം ഇങ്ങോട്ട് കൊണ്ടിരിപ്പ, ആളൊന്നും ഇവിടെ വേണ്ട. ഈ രൂപത്തിലേക്ക് നീങ്ങിയിട്ട് നമ്മളെ പേരിൽ ശിർക്ക് ആരോപിച്ചു. പുറത്തായിക്കോളൂ, നമ്മൾ അനുഭവിക്കുന്നു. അധികാരങ്ങളയിലാണ്, സീലുകളയിലാണ്, ജനാധിപത്യ രീതിയിൽ നിങ്ങളാ വന്നത്, ആയിക്കോട്ടെ. പക്ഷെ ശിർക്ക് ആരോപിച്ചാൽ അത് വിടൂല. അത് വിടൂല എന്ന് മാത്രമല്ല, കേരളം മുഴുവൻ ഞങ്ങൾ വിശദീകരിക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷമായി ഏകപക്ഷീയമായ വിശദീകരണങ്ങളുമായി നടന്ന് മുവഹിദുകളുടെ മേൽ ശിർക്ക് ആരോപിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്തെല്ലാം ആളുകൾ ഉണ്ടാക്കിയതറിയോ?